അർജുൻ, എന്തായി അവിടുത്തെ ചടങ്ങുകൾ? റോഷ്നി, കൊച്ചിയിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലുടനീളം ഓശാന പെരുന്നാളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ രാവിലെ തന്നെ ആരംഭിക്കും. 6:30-7 മണിയോടുകൂടി മിക്ക ദേവാലയങ്ങളിലും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട സഭാ അധ്യക്ഷന്മാരൊക്കെ തന്നെ മധ്യ കേരളത്തിലെ വിവിധ ആരാധനാലയങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭ അധ്യക്ഷൻ കൊച്ചി ഇടപ്പള്ളിയിലെ ദേവാലയത്തിലാണ് പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ പുതുതായി അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ യാക്കോബായ സഭയുടെ അധ്യക്ഷൻ, അദ്ദേഹം കോട്ടയം മണർകാടുള്ള ഒരു ദേവാലയത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് അധ്യക്ഷൻ കോട്ടയത്തെ മറ്റൊരു ദേവാലയത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട സഭാധ്യക്ഷന്മാരൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഭക്തിനിർഭരമായ ദൃശ്യങ്ങളാണ് ദേവാലയങ്ങളിൽ നിന്നും വരുന്നത്. എന്തായാലും വിശ്വാസികൾ കൂട്ടത്തോടുകൂടി തന്നെ ദേവാലയങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കനത്ത മഴയുണ്ട് എങ്കിൽ പോലും അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, യേശുക്രിസ്തുവിൻ്റെ ജെറുസലേമിൻ പ്രവേശനത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഓശാന ഞായർ ആചരിക്കുന്നത്. ഈ പീഡാനുഭവ വാരത്തിൻ്റെ തുടക്കം കൂടിയാണ് ഓശാന ഞായർ. റോഷ്നി, യെസ്, എന്തായാലും അർജുൻ മട്ടന്നൂർ അവിടെ നല്ല മഴയൊക്കെ ഉണ്ടെന്ന് പറയുന്നു അല്ലേ? അതെ, മഴ കാണാൻ. അർജുൻ, നല്ല മഴയാണോ അവിടെ? റോഷ്നി, കൊച്ചിയിൽ ശക്തമായ മഴയാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 1 മണിക്ക് ശേഷമൊക്കെ തന്നെ മഴ ചെറുതായി ആരംഭിച്ചിരുന്നു. എന്തായാലും രാവിലെയോടുകൂടി കൊച്ചി നഗരത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ശക്തമായി മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒന്ന് ശക്തിപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വെള്ളക്കെട്ട് ഉണ്ടാകാതിരുന്നാൽ വലിയ ഭാഗ്യം എന്ന് പറയേണ്ടി വരും. അതെ, കൊച്ചിയുടെ കാര്യം നമുക്കറിയാം, ഒരു മഴ പെയ്താൽ എന്താണ് സ്ഥിതി എന്ന്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഓശാന ഞായറിന്റെ ഒരു നിറവിലാണ് വിശ്വാസികൾ എല്ലാവരും. അപ്പൊ നമുക്ക്